കടക്ക് പുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്ക് തുടങ്ങിയ തെമ്മാടിത്തങ്ങൾ ഒന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. വളരെ ജനകീയനായ, അതാണ് ഏറ്റവും പ്രധാനം അല്ലേ, ജനപ്രിയനായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്നൊക്കെയാണ് ഏറെ പ്രതീക്ഷാജനകമായ കാര്യങ്ങൾ. ഇന്നത്തെ പത്രങ്ങളിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത വാർത്തകൾ വളരെ വളരെ വിശദമായി എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഏറ്റവും മികച്ച പത്രം എന്ന് എനിക്ക് തോന്നിയത് മലയാള മനോരമയാണേ. എന്തുകൊണ്ടും മലയാള മനോരമ വി ഡി സതീശന് അർഹമായ ഒരു ഒരു വരവേൽപ്പ്, ഒരു വരവേൽപ്പാണ് ഈ പത്രത്തിലൂടെ, പത്രവിന്യാസത്തിലൂടെ, രൂപകൽപ്പനയിലൂടെ, അതിൻ്റെ ദൃശ്യ സമ്പന്നതയിലൂടെ ഒക്കെ നൽകിയിരിക്കുന്നത്. വി ഡി മിന്നൽ എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് മിന്നൽ പിണറായി എന്നൊരു തലക്കെട്ട് മനോരമയാണ് കൊടുത്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മിന്നൽ പിണറായി അധികാരത്തിൽ എത്തിയ ആ ദിവസമാണ് തോന്നുന്നു മിന്നൽ പിണറായി എന്ന ഒരു തലവാചകം കൊടുത്തത്. പക്ഷേ പിണറായി അത് കൊണ്ടുപോയി കുളമാക്കി. അത് വേറെ കാര്യം. ഇവിടെ വിടിമിന്നൽ അങ്ങനെ പറയാം അല്ലെ, ഇടിമിന്നൽ എന്നൊക്കെ തോന്നിപ്പിക്കും വിധത്തിൽ വിടിമിന്നൽ എന്നാണ് തലക്കെട്ട്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെയും പരിഗണിച്ച ശേഷം സതീശനെ ഉറപ്പിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് വേണുഗോപാലുമായി 2 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി രാഹുൽ. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു, എന്നാൽ സതീശനെ പിന്തുണച്ച് കത്ത് നൽകി. VDS എന്നാണ് പറയുന്നത്. VDS എന്നുള്ളത് VDYES, അതെ, ഇനി VDS ആണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ചയാൾ കേരള മുഖ്യമന്ത്രിയാവുന്നത് ആദ്യം. വി ഡി സതീശൻ 2001 മുതൽ പറവൂർ MLA, 2021 മുതൽ പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ കോൺഗ്രസിന്റെ 5ാം മുഖ്യമന്ത്രി. ഒരുപാട് പ്രവർത്തകരാൽ നിറഞ്ഞ് ആ രീതിയിലാണ് സതീശന്റെ മുഖം, സതീശന്റെ ആ ചിരിക്കുന്ന, ആത്മവിശ്വാസം തുളുമ്പുന്ന ആ മുഖം മലയാള മനോരമ ഇതില് അവതരിപ്പിക്കുന്നത് കേട്ടോ. വി ഡി സതീശൻ കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ. മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ അന്ന് തന്നെ നടത്താൻ ശ്രമം. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പങ്കെടുക്കും. സതീശന് ഐകകണ്ഠ്യേന പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നിയമസഭാ കക്ഷി. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് സതീശൻ. ഇന്ന് UDF നേതൃയോഗം. കോൺഗ്രസ് തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11ാം നാൾ. അതിന്റെ കൂടെ തന്നെ സതീശന്റെ ആദ്യ പ്രഖ്യാപനം, അതായത് തന്നെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സതീശൻ പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയാണെന്നറിയോ, പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചത്. കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരുണ്ട്. ടീം UDF ആയി നിന്ന നേതാക്കളുണ്ട്. അവരെല്ലാമാണ് ഇതിന് പ്രാപ്തനാക്കിയത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി പുതുയുഗത്തിന് തുടക്കമിടാൻ കൂട്ടായി കഠിനാധ്വാനം ചെയ്യും വി ഡി സതീശൻ. അങ്ങനെ പിണറായി വിജയന്റെ 10 വർഷം നീണ്ട ഇരുണ്ട കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നമുക്ക് മറക്കാം. ഇനി ഒരു പുതുയുഗമാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗമാണ് വരാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും, ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനും ഇതിലെ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും, അതിന് പുറമെ CPM-ലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഏറെ പ്രതീക്ഷയുണർത്താൻ പോകുന്ന ഭരണമായിരിക്കും സതീശൻ ആൻഡ് ടീം UDF നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം സതീശനെ കേരളത്തിന് അറിയാം. സതീശനെ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ വിളിച്ചില്ല എങ്കിലും കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പിണറായി വിജയന്റെ ഓരോ തെമ്മാടിത്തങ്ങളെയും അക്കമിട്ട് പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്ത വി ഡി സതീശൻ. അപ്പൊ ആ രീതിയിലാണ് മലയാള മനോരമ ഈ ഒരു ഒന്നാം പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉള്ളില് മധുരാരവമായി VDS, മധുരം വിളമ്പി ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള ഒരു വാർത്തയാണ് 2ാം പേജിലുള്ളത്. അതിന്റെ കൂടെ തന്നെ പുതുയുഗ പ്രതീക്ഷയിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ അഭിപ്രായം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു 1ാം പേജാണ് ജന കമാൻഡ് എന്നാ പറയുന്നത് കേട്ടോ. എന്താണ് ജന കമാൻഡ്? ഒടുവിൽ കോൺഗ്രസ് ചെവിക്കൊണ്ടു. ജന കമാൻഡ്. സതീശൻ അനുകൂലമായി ഹൈക്കമാൻഡ് പരിഗണിച്ച ഘടകങ്ങൾ അതുകൂടി നമുക്ക് നോക്കാം.
സതീശന് അനുകൂലമായി ഹൈക്കമാൻഡ് പരിഗണിച്ച ഘടകങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ പാർട്ടിക്ക് നൽകിയ പ്രത്യയശാസ്ത്ര വ്യക്തത. അത് ഏറ്റവും പ്രധാനമാണ്. കോൺഗ്രസിന് ഒരു പ്രത്യയശാസ്ത്ര വ്യക്തത സതീശൻ നൽകി. രണ്ടാമത്തത്, 5 വർഷം പാർട്ടിയിലും UDF-ലും നൽകിയ നേതൃ മികവ്. ആർക്കും അത് അവഗണിക്കാൻ പറ്റില്ല. മൂന്നാമത്തത്, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിന് നല്ലതാകില്ലെന്ന തിരിച്ചറിവ്. ആണെങ്കിൽ KCA ആയിരുന്നു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത്. KCA ആയിരുന്നു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആലപ്പുഴയിൽ MP സ്ഥാനത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണമായിരുന്നു. അതില് കോൺഗ്രസ് രക്ഷപ്പെടില്ല. പ്രത്യേകം ഈ പുതിയ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കയറി വരും. പിന്നീട് ഒരു നിയമസഭാ കക്ഷി ഈ MLA സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടത്തേണ്ടി വരും. അപ്പൊ തീർച്ചയായും കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും, തൊഴുത്തിൽ കുത്തുണ്ടാകും, കാലുവാറിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോൾ ജയിക്കുമെന്നുള്ള ഒരുറപ്പില്ല. അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഏതായാലും ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഉപതെരഞ്ഞെടുപ്പുണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിന് നല്ലതാകില്ലെന്ന തിരിച്ചറിവ്. ഏതായാലും ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി എന്നുള്ളത് നല്ല കാര്യം. മറ്റൊന്ന്, ഘടകകക്ഷികൾ സതീശന്റെ നേതൃത്വം ആവശ്യപ്പെട്ടത് അത് ഏറ്റവും പ്രധാനമാണ് കേട്ടോ. ലീഗ് ഉൾപ്പെടെ എന്നല്ല, ലീഗാണ് ഏറ്റവും പ്രധാനമായ, മുസ്ലിം ലീഗാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ജനവികാരത്തെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത് ലീഗായിരുന്നു. പിന്നീട് എന്താണ്, AK ആന്റണി കേരളത്തിലെ സാഹചര്യം സംബന്ധിച്ച് നൽകിയ ഉപദേശം, AK ആന്റണിയുടെ ഉപദേശവും ആ വഴിക്കായിരുന്നു. KPCC മുൻ അധ്യക്ഷരായ VM സുധീരൻ, K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ ഉറച്ച നിലപാട്, അതും VD സതീശന് സഹായകമായി. പിന്നീട് സതീശന്റെ പ്രായം പാർട്ടിയുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായി കണക്കാക്കിയത്. ഇതൊക്കെയായിരുന്നു VD സതീശനെ തിരഞ്ഞെടുക്കാൻ അവസാന നിമിഷം ആരെ പ്രേരിപ്പിച്ചത്, ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്.